بسم الله الرحمن الرحيم. قال الإمام السعدي رحمه الله: الحديث العاشر، فتامة حديث. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من دعا إلى هدى كان له من الأجر مثل أجور من اتبعه من غير أن ينقص من أجورهم شيئا، ومن دعا إلى ضلالة كان عليه من الإثم مثل آثام من تبعه لا ينقص ذلك من آثامهم شيئا. رواه مسلم. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ദഅ ഇലാ ഹുദ, ആരാണോ ഒരുവനെ ഹുദയിലേക്ക്, ഖൈറിലേക്ക് ക്ഷണിക്കുന്നത്, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, അവനെ പിൻപറ്റിയവരുടേതുപോലത്തെ ഒരു പ്രതിഫലമുണ്ട്. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ, അവനെ പിൻപറ്റിയവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകാതെ തന്നെ. വമൻ ദഅ ഇലാ ളലാല, ആരാണ് ഒരുവനെ ളലാലത്തിലേക്ക് ക്ഷണിച്ചത്, ളലാലത്തിലേക്ക് വഴി കാണിച്ചത്, കാന അലൈഹി മിനൽ ഇസ്ം മിസ്ലു ആസാമി മൻ തബിഅഹു, ആ തിന്മയെ, ആ ളലാലത്തിനെ പിൻപറ്റിയവരുടെ തിന്മ പോലത്തെ തിന്മ അവന്റെ മേലുമുണ്ട്, അവനെതിരായി രേഖപ്പെടുത്തപ്പെടും. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ, അവനെ പിൻപറ്റിയവരുടെ തിന്മയിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകുകയുമില്ല. ഫീ ഹാദൽ ഹദീസ് യുബയ്യിനു അലൈഹി സ്വലാത്തു വസ്സലാം ബാബൻ അദീമൻ മിൻ അഅ്ദമി അബ്വാബി നൈലിൽ ഹസനാത്ത് വൽ ഉജൂർ വസ്സവാബ്. ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത് മഹത്തായ പ്രതിഫലങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ അജ്ർ, സവാബ്, അതുപോലെ തന്നെ ഹസനാത്തുകൾ, അത് കരസ്ഥമാക്കാനുള്ള ഒരു ബാബിനെ സംബന്ധിച്ചാണ്. ഏറ്റവും ഉന്നതമായ ഒരു വഴി എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ വ്യക്തമാക്കുന്നത്. وهكذا يبين عليه الصلاة والسلام بابا خطيرا من أخطر أبواب نيل الآثام والسيئات. രണ്ടാമത്തെ ബാബ്, രണ്ടാമത്തെ ഭാഗത്ത് വ്യക്തമാക്കുന്നത് തിന്മയും അതുപോലെ തന്നെ പാപങ്ങളും, അത് ഒരുവന് വന്നു ചേരുന്നതിനുള്ള ബാബ് എന്താണ്, ഗുരുതരമായിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഭാഗത്ത് വ്യക്തമാക്കുന്നത്. ഫബയ്യന അലൈഹി സ്വലാത്തു വസ്സലാം അന്ന മിൻ അഅ്ളമി അബ്വാബി നൈലിൽ ഹസനാത്ത് അദ്ദലാല ഇലൽ ഖൈർ വദ്ദഅവതു അന്നാസ് ഇലൽ ഖൈർ, വഹാദാ യുഅ്തബറു മിൻ അഅ്ളമി അബ്വാബി നൈലിൽ ഹസനാത്ത്. നന്മകൾ കരസ്ഥമാക്കാനുള്ള ഏറ്റവും ഉന്നതമായ വഴികളിൽപ്പെട്ട ഒന്നാണ് ജനങ്ങളെ ഖൈറിലേക്ക് വഴി കാണിക്കുക, ജനങ്ങളെ ഖൈറിലേക്ക് ദഅവത്ത് ചെയ്യുക, ക്ഷണിക്കുക, അവർക്ക് നന്മയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നന്മകൾ കരസ്ഥമാക്കാനുള്ള ഉന്നതമായ വഴികളിൽപ്പെട്ടതാണ്. ഫബയ്യന അലൈഹി സ്വലാത്തു വസ്സലാം أن من دعا إلى هدى كان له من الأجر مثل أجور من تبعه, ആരാണ് ഒരുവനെ ഹുദയിലേക്ക്, ഇവിടെ ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അൽ ഇൽമുൻ നാഫിഅ വൽ അമലു സ്വാലിഹ്, നാഫിയായ ഇൽമിലേക്ക്, ഉപകാരപ്രദമായ ഇൽമിലേക്കും സാലിഹായ അമലിലേക്കും ആരാണ് ഒരുവനെ ക്ഷണിച്ചത്, അതിലേക്ക് വഴി കാണിച്ചത്, അവനെ പിൻപറ്റിയവരുടേത് പോലത്തെ ഒരു പ്രതിഫലമുണ്ട്, അവരുടെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറഞ്ഞു പോകാതെ.
വല്ലാഹു ജല്ല വഅല യഖൂൽ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ويقول جل وعلا ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ ശരിവെക്കുന്ന ആയത്തുകളാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, തീർച്ചയായും നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാകണം, ഒരു വിഭാഗം ആളുകൾ. അവര് യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവരാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്. വയൻഹൗന അനിൽ മുൻകർ, അവർ തിന്മയെ തൊട്ട് വിരോധിക്കുന്നവരാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടരാണ് മുഫ്ലിഹീങ്ങൾ, വിജയിച്ചവർ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നവനേക്കാളും എന്നിട്ട് അമല സാലിഹാത്ത് പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല സംസാരം, നല്ല വാക്ക് പറയുന്നത് മറ്റാരാണുള്ളത്? ഫലറുബ്ബമാ ലാ യസ്തതിഉ അദ്ദാഇ അല്ലദീ അർശദ ഗൈറഹു വനസഹഹു അൻ യഅമല ബിഅമലി വഹുവ യക്തസിബു ഉജൂറഹു വഹസനാതുഹു ലിഅന്നഹു വല്ലദീ അർശദഹു വഹുവ അല്ലദീ ദല്ലഹു ഇലാ ദാലികൽ ഖൈർ. അപ്പോൾ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ഖൈറിലേക്ക് വിളിക്കുന്ന ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം ആ അമല് ഒരുപക്ഷെ അവന് ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്നാൽ പോലും ആ ദഅവത്ത് കാരണത്താൽ ആരാണോ ആ ഖൈറിലേക്ക് പ്രവേശിച്ചത്, അല്ലെങ്കിൽ ആ സ്വാലിഹായ അമൽ പ്രവർത്തിച്ചത്, അതേപോലത്തെ ഒരു പ്രതിഫലവും ആ ദാഇക്ക് ലഭിക്കുന്നതാണ്. കാരണം അവനാണ് തൻ്റെ സഹോദരനെ ഖൈറിലേക്ക് വഴി കാണിച്ചു കൊടുത്തത്. അതേപോലെ ആ സൽക്കർമ്മം ചെയ്യാൻ അവനെ വഴി കാണിച്ചത്, അവനെ പ്രേരിപ്പിച്ചത് എല്ലാം അവനാണ്. അപ്പൊ അതുപോലത്തെ ഒരു പ്രതിഫലം അവന് ലഭിക്കും, അവൻ പിന്നെ അമല് ചെയ്തിട്ടില്ലെങ്കിൽ പോലും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കച്ചവടങ്ങൾ നടക്കുമ്പോൾ ഒരു വീട് കച്ചവടം ചെയ്യാം. അപ്പൊ വീട് കച്ചവടം ചെയ്യുന്ന സമയത്ത് ദല്ലാലുമാരുണ്ടാവും. അതായത് ഇന്ന സ്ഥലത്ത് ഇന്നൊരു വീട് ഇത്ര പൈസക്ക് കച്ചവടം ചെയ്യാനുണ്ട്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരൻ എന്ത് ചെയ്യും? വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും വിൽക്കുന്ന ആളും ഈ കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് ഒരു സംഖ്യ, മോശമല്ലാത്തൊരു സംഖ്യ അതിന്റെ കൂലിയായിക്കൊണ്ട്, ആ ദലാലത്തിന്റെ കൂലിയായിക്കൊണ്ട് കൊടുക്കും. അത് ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്മാർഗത്തിലേക്ക് ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? فما بالك بالذي يرشد الناس إلى الخير يرشدهم إلى العمل الصالح يرشدهم إلى الهدى فإنه يكتسب أجور أعمالهم دون أن ينقص من أجورهم شيئا في حياته وبعد موته. അത്തരത്തില് സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്ത ഒരുവന് അവൻ ചെയ്യുന്ന അവനെ പിൻപറ്റിയവരോടൊക്കെ അതേപോലത്തെ പ്രതിഫലം ലഭിക്കും. ഒരാളാണ് പിൻപറ്റിയെങ്കിൽ അതേപോലത്തെ ഒരു പ്രതിഫലം. എത്ര പേര് പിൻപറ്റിയോ അവരുടെ എല്ലാം പ്രതിഫലം അവരുടെ പ്രതിഫലത്തിന് കുറഞ്ഞു പോകാൻ തന്നെ ലഭിക്കും. അതവന്റെ ജീവിതകാലത്തും ഇനി മരണപ്പെട്ടതിന് ശേഷമാണെങ്കിൽ മരണപ്പെട്ടതിന് ശേഷവും അതിന്റെ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം അവനാണ് അവരെ ഖൈറിലേക്ക് വഴി കാണിച്ചത്. فإنه يكتسب أجور أعمالهم دون أن ينقص من أجورهم شيئا في حياته وبعد موته. وأنت المؤمن أيها المسلم في يوم القيامة تحتاج إلى الحسنة الواحدة. قيامة നാളിൽ നമ്മളെല്ലാവരും ഒരു നന്മയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. ഏതൊരു നന്മക്കും നമ്മൾ ആവശ്യക്കാർ, ഒന്നെങ്കിൽ ഒന്ന്. അൽ ഹസന അൽ വാഹിദ ഫി യൗമിൽ ഖിയാമ ലാ തഖൂമു ലഹ ദുനിയ ബിഅക്മലിഹ. ഖിയാമത്ത് നാളിൽ ഒരു നന്മ, ഒരു പുണ്യം, ഒരു സൽക്കർമ്മം നമുക്ക് കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളത് ദുനിയാവിലുള്ള മുഴുവനും ഉടമപ്പെടുത്തുന്നതിനേക്കാളും എത്രയോ ഖൈറായിട്ടുള്ളതാണ്. ദുനിയാവ് മൊത്തമായിക്കൊണ്ട് ഒരിക്കലും
ഖിയാമത്ത് നാളിൽ ലഭിക്കുന്ന ആ ഒരു സൽക്കർമ്മത്തിന് സമമാകുന്നതല്ല. അദ്ദുന്യാ ബി അക്മലിഹ ലാ തുആദിലു ഹസന വാഹിദ മിനൽ ഹസനാത്ത്. ദുനിയാവ് മൊത്തമായി എടുത്താൽ പോലും ആ ഖിയാമത്ത് നാൾ നമ്മുടെ കയ്യിലൊരു നന്മ, ഒരു സൽക്കർമ്മം ഉണ്ടായിരിക്കുക എന്നുള്ളതിന് ഒരിക്കലും തുല്യമാകുന്നതല്ല. യതമന്നൽ ഇൻസാൻ അൻ യഫ്തദി ബി ഔലാദിഹി വയഫ്തദി ബി സൗജതിഹി വയഫ്തദി ബിമാ യംതലികു മിൻ അശീറതിഹി വഖബീലതിഹി വയുഅത ഹസന വാഹിദ മിൻ അജ്ലി അൻ യൻജു മിൻ അദാബില്ലാഹ് വഹൈഹാത ഇഹാത അൻ യകൂന ദാലിക. ആ ഒരു സന്ദർഭത്തിൽ ഖിയാമത്ത് നാളിൽ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, തന്റെ സന്താനങ്ങളെയും തന്റെ ഭാര്യമാരെയും തന്റെ ബന്ധുക്കളെയും പകരം നൽകിക്കൊണ്ട് തനിക്കൊരു സൽക്കർമ്മമുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ എന്ന് ആഗ്രഹിച്ചു പോകും മനുഷ്യൻ. കമാ ഖാല റബ്ബുനാ സുബ്ഹാനഹു വതആല യൗമൽ മുജ്രിമു ഔ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. യവദ്ദുൽ മുജ്രിം, അന്ന് മുജ്രിം അക്രമി അവൻ ആഗ്രഹിച്ചു പോകും, ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി, തന്റെ മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ, തനിക്ക് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. വസാഹിബതിഹി വഅഖി, അവന്റെ ഭാര്യയെ, അവന്റെ സഹോദരനെ, അവന് അഭയം നൽകിയിട്ടുള്ളവരെ, അവന്റെ ബന്ധുക്കളെ എല്ലാം പകരം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലുള്ള എല്ലാവരെയും പകരം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. വഹൈഹാത ഹൈഹാത അൻ യകൂന ദാലിക, അത് എത്ര എത്ര വിദൂരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അത് സംഭവിക്കുന്നതല്ല. ആരെയും പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ഒരാൾക്കും അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. ഫകുൻ ഹരീസൻ അബ്ദുല്ലാഹ് അലാ അൻ തുർഷിദ അന്നാസ ഇലൽ ഖൈർ, അതുകൊണ്ട് ജനങ്ങളെ ഖൈറിലേക്ക് വഴി കാണിക്കുന്നതിൽ, അവരെ ഖൈറിലേക്ക് വഴി നടത്തുന്നതിൽ നീ അങ്ങേറ്റം താല്പര്യം കാണിക്കുക. വയകൂൻ വതകൂനു നാസിഹൻ വദാഇയൻ ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുകയും അതുകൊണ്ട് ഉപദേശിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവനായി തീരുക. فإن هذا الباب باب عظيم من أعظم أبواب نيل الحسنات والأجور بشرط أن تكون عالما بما تدعو إليه. ഈ ഒരു ബാബ് എന്ന് പറയുന്നത് ജനങ്ങളെ നന്മയിലേക്ക് വഴി കാണിക്കുക എന്നുള്ള ബാബ് ഹസനാത്തുകൾ കരസ്ഥമാക്കാൻ, ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാൻ, പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനുള്ള വളരെ ഉന്നതമായിട്ടുള്ളൊരു ബാബാണ്. ഈ ഒരു ഷർത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിലേക്കാണോ അവൻ ക്ഷണിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് അവന് അറിവുള്ളവനായിരിക്കണം. ഏതിലേക്കാണ് അവൻ ജനങ്ങളെ വഴി കാണിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് അവന് ഇൽമുള്ളവനായിരിക്കണം. ലാ തദ്ഉ അലൽ ജഹൽ വഇന്നമാ തദ്ഉ അൻത ഇൻദക ഇൽം ബിമാ തദ്ഉ ഇലൈഹി. ജഹലിന്റെ അടിസ്ഥാനത്തിൽ അവരെ നീ ക്ഷണിക്കരുത്, ജഹലിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നീ വഴി കാണിച്ചു കൊടുക്കുക. നേരെ മറിച്ച് നീ ഏതൊരു കാര്യത്തിലേക്കാണ് അവരെ നീ വിളിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് നിനക്ക് കൃത്യമായ ഇൽമുണ്ടായിരിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന് നേരെ എതിരായിട്ടുള്ള കാര്യം, അൻ യുർഷിദ അന്നാസ ഇല ശർ ഇല അദ്ദലാല, ദലാലത്തിലേക്ക്, ഷർറിലേക്ക് ജനങ്ങളെ വഴി കാണിക്കുക, ഷർറിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുക, ഷർറിലേക്ക്, ദലാലത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. വഅൻ യഫ്തഹ അലാ നഫ്സിഹി വഅലാ ഗൈരിഹി ബാബ ശർ, ജനങ്ങൾക്കും സ്വന്തം നഫ്സിനും ജനങ്ങളുടെ നഫ്സിനെയും ഷർറിന്റെ ബാബിലേക്ക് ബാബ് തുറന്നു കൊടുക്കുക. ഫയക്തസിബ ആസാമഹും വസയ്യാതുഹും യൗമൽ ഖിയാമ, ഫയക്തസിബ ആസാമഹും വസയ്യാതുഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ താൻ ആരെയാണോ ഷർറിലേക്കും ദലാലത്തിലേക്ക് വഴി കാണിച്ചത് അവരുടേതായിട്ടുള്ള ആ തിന്മയും കുറ്റവും അവന്റെ മേലെയും ഉണ്ടായിരിക്കും. കമാ ഖാല റബ്ബുനാ ജല്ല വഅല ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമിൻ അലാ സാഅ മാ യസിറൂൻ ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ, അവരുടെ എല്ലാ പാപഭാരങ്ങൾ മൊത്തമായി കൊണ്ട് ഖിയാമത്ത് നാളെ വഹിക്കും. വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം, ആ ആളുകൾ ആരൊക്കെയാണ് ആ ഷർറിനെ പിൻപറ്റിയത് അവര് അവരുടെ പാപഭാരങ്ങൾ വഹിക്കും.
പോരാത്തതിന് വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമില്ലാതെ ജനങ്ങളെ ദലാലത്തിൽ ക്ഷണിച്ച, ജനങ്ങളെ വഴിപിഴപ്പിച്ച ആ ആളുകളുടെ പാപഭാരവും അവർ വഹിക്കേണ്ടി വരും. നസ്അലുല്ലാഹ ജല്ല വഅല അൻ യുവഫിഖനാ ലിമാ യുഹിബ്ബുഹു വയർദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇമാം സഅദി റഹിമഹുല്ലാഹ് الحديث العاشر فتامة حديث عن أبي هريرة رضي الله عنه قال